വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. മച്ചന്മാരെ, ദിവസം വൈകുന്നേരം 3 മണി അല്ല 5:30 കേട്ടോ. ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം പിള്ളേരായിട്ടൊരു സ്കിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവരതിൻ്റെ ഒരുക്കത്തിലാണ്. അവരിപ്പോൾ ഒരുങ്ങി തീർന്നാണ്. ഞാൻ എന്തായാലും അവരെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് കേട്ടോ കോലം. നീ എന്ത് കഥാപാത്രമായിട്ടുണ്ട് അഭിനയിക്കുന്ന? ഹീറോ. ഓക്കെ, കാട്ടുമാക്കാൻ. ഗൈസ്, ഇവിടെ ഒരു സ്കിറ്റാണ് നടക്കാൻ പോകുന്നത്. നമ്മളൊരു ചെറിയൊരു സ്കിറ്റ് പോലെ ഉണ്ടാക്കി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളും കാര്യമായിട്ടാണ്. ഇപ്പം പിള്ളേർ ഒരുങ്ങി കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്കിറ്റിലോട്ട് പോവാം. ഇതെന്താവും എന്ന് അറിഞ്ഞുകൂടാ. എങ്ക പോകുന്ന നമ്മുടെ നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. കാട്ടിൽ ബെല്ലി വെച്ചു. രാജിയുടെ നാലിൽ കാക്ക തൂറി അങ്ങോട്ട് അവിടെ പോയിപ്പോട്ട് പോ. എന്ത് പറ്റി പ്രഭു? എന്ത് പറ്റി? മന്ത്രി അല്ല, നീ രാജാവിന്റെ നിന്നെ എന്തെടുത്ത് തന്നോ? ഞാൻ റാണി, നീ രാജാവ്. അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ അനിയത്തി. ഓക്കെ, നീ ഇവിടെ വരെയാണ്. ഇവിടുത്തെ രാജകുടുംബത്തിൽ നീ വരെയാണ്. മതി അവളെ കണ്ണു. ഞാനും ഇപ്പോൾ ഒരു ഡയറക്ടർ, ക്യാമറമാൻ എല്ലാം ഞാനാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഒരു വേഷമൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലേ ഒരു കഥാകൃത്തിൻ്റെ ഒരു ഇത് വരുവുള്ളൂ. മനസ്സിലായില്ലേ? അതാണിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ റാണിക്ക് ചെറുതായിട്ട് അബദ്ധം പറ്റി കാക്കത്തോറി കായ്സ്. ഇത് ഇവിടെ വന്നിട്ട് നീ പറയണം അപ്പോഴത്തേക്ക് നീ പറഞ്ഞിട്ട് പറയണം. അപ്പം നീ ഉടനെ ചാടി നിൽക്കണം. ഇത് പറയണം, ഹേ ഹരേ കൃഷ്ണ ജമന പ്രേമാനന്ദ ഹോകൾ. ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം റിസൾട്ട് കാണിക്കുന്നതാണ് ഗൈസ്. ഭയങ്കര ഇത് നോയ്സ്, വെളിയിൽ നിന്നുള്ള നോയ്സൊക്കെ മാറണം. ഒരു സൈഡിൽ കൂടെ മിക്സി, മറ്റൊരു സൈഡിൽ കൂടെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അനൗൺസ്മെൻറ്റ്, പിന്നെ ഒരു കുരിപ്പ് തോടക്കൾ അവൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ശബ്ദം. അതുകൊണ്ട് ഒന്നും ഓക്കെ ആവണില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിക്കുന്നതാണ് ഗൈസ്. തുടങ്ങ് പോയി വാ. പ്രഭു വാ തുടങ്ങ്. ആരേ പറഞ്ഞു ഇന്ന് പറ. നീ എന്തെങ്കിലുമൊക്കെ പറ. ട്രിവാൻഡ്രമാണ് നമ്മളെ രാജകുടുംബം. ട്രിവാൻഡ്രം അതിലാണ്. നന്നായി പോകുന്നു. ആഫ്രിക്കൻ മുട്ടായിപ്പായല്ലോ. ഞാൻ ജഗോളി അണ്ണന്റെ കൊച്ചനിയെത്തി. അങ്ങോട്ട് നീ അറിഞ്ഞ അപ്പുറത്തോട്ടിലെ കൊച്ചമ്മേരെ വീട്ടില് ഭയങ്കര കൂട്ടാടിയെന്ന് തന്നെ. ചെട്ടിയാങ്കുന്ന് വഴിയാല് കിടന്ന് ഓർമ്മയുണ്ട്. അവരുടെ അമ്മായി അമ്മയും ഒരാളോട് ഭയങ്കര അടി എന്നൊക്കെ പറയുന്നു. കൊച്ചമ്മേനോട് അടിയാണ് നമ്പൂ. അറിഞ്ഞായിരുന്നോ? അത് തന്നെയാണേ. ഓ അത് തന്നെ. ഒരു ഓടണോട്ട് വരുന്നു. എന്നിട്ട് ഇന്നലെ അവളുടെ തങ്കച്ചെണ്ണ ഇല്ലേ നമ്മളെ എന്നും മത്തി മാത്രം അങ്ങേരോട്ട് ഓട്ടിച്ച് അവിടത്തെ അവൻ തന്നെയാ. ഇത് വമ്പ മോറാവണം. ചേച്ചി എല്ലാം പോലെ നാടക പോലെ ഞാനാവാം. ഓ നീ പിന്നെ അങ്ങ് മറിച്ചളയ. കുട്ടിച്ചേട്ടൻ എന്നെ അല്ലേ ആദ്യം അഭിജ. ഞാനാണെങ്കിൽ ഇത്ര മേക്കപ്പ് ചെയ്ത് കുഴപ്പമില്ല. എനിക്ക് ഇതുപോലെ ലിപ്സ്റ്റിക് കിട്ടാൻ പറ്റും. ഞാൻ ആയിക്കോളെ ചേച്ചി മാറി. ഞാൻ പറ്റില്ല. ഞാൻ കുട്ടിച്ചേട്ടൻ എന്നെ അല്ലേ ആദ്യം ഒക്കെ ഞാൻ ആവാന്ന്. വേണ്ട വീട്ടിൽ നിന്ന്
മതി അപ്പൊ അടി കൂടല്ലേ നിങ്ങള് ഒരാഴ്ച എനിക്ക് അറിഞ്ഞോ ഗൈസ് എന്തിനാവുന്നു ഇവിടെ തൂക്കി കിടക്ക് ദൈവമേ അടിപൊളി നീ എന്തിനാ പോണ് ഓക്കെ നീ രാജാവ് ഗൈസ് നാടകം അടിയിൽ കലാശിച്ചു ഗൈസ് എന്തിനു ചെയ്യുന്നത് എനിക്ക് അറിയാമോ ഓർഡർ ഇതൊക്കെ എന്തിനു ചെയ്യുന്നത് എനിക്ക് പ്രാന്തെടുക്കണ് കിണറ് അവൾ എന്തിനൊക്കെ എടുത്ത് അടിക്കണത് നാടകം അടി പൊന്നോ നാടകം അടി കലാശിച്ചോ ഞാൻ ഇത് എന്തിനു ചെയ്തിട്ട് നിങ്ങൾ പറ എനിക്കാണെങ്കിൽ തൊണ്ടേ വയ്യാതെ എടുക്കണത് ഉറക്കണത് അടിക്കാനും ഇതാ രാജാവിന്റെ ലുക്ക് അടികൂടില്ലേ പിന്നെ ഞാനല്ലേ ഡയറക്ടർ കിടന്ന് അടി കൂടല്ലേ നീ എന്തിരിങ്ങനെ കിടന്ന് അടി കൂടുന്നത് നീ എന്തിന് കിടന്ന് അടി കൂടുന്നത് ചേട്ടാ ചേട്ടാ വിളിച്ചപ്പോ നീ ലാക്കായി നിങ്ങളെല്ലാരും രാജാവ് ഞാൻ മാത്രം മന്ത്രി പോയ മതിയാ 3 പേരും തളർന്നു കേട്ടാ എന്തിനാണ് നിങ്ങളെ അഭിപ്രായം നാടകം ഒരു രാജ്യത്ത് ഒരു രാജാവേ കാണുള്ളൂ എന്റെ അറിവില് അങ്ങനെ തൽക്കാലം നമ്മൾ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാരും കാണണം അതിനു മുമ്പേ എന്റെ ഒരു അറിവിൽ പറയട്ടെ പിള്ളേരെ എന്റെ ഒരു അറിവിൽ ഒരു രാജ്യത്ത് ഒരു രാജാവേ കാണുള്ളൂ ഇതെന്താ വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം.